ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്താണ്? ഓക്കെ, ലവ് ബിഗിനിങ് ആണ് വന്നിട്ടുള്ളത്. റിവാർഡ് വന്നിട്ടുണ്ട്. ചൂസ് വൈസ്ലി വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. ബേസ് ചക്ര വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഡിസ്കണക്ട് ആൻഡ് ബൊറീഡം എന്ന കാർഡാണ്. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻ്റ്ലി ഉള്ളൊരു എനർജിയാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ആളുകളിൽ പലർക്കും ഈ ഒരു എനർജിയിലായിരിക്കാം ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നൊരു എനർജി, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാം. എക്സ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാകാം. അതിനിപ്പം നിങ്ങൾ ജോലി എടുക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഓരോ പേഴ്സൻ്റെ അടുത്തും, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ പ്ലേസിലും നിങ്ങൾക്ക് ഒറ്റപ്പെട്ട ഒരു ഫീൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അതാണ് നിങ്ങളുടെ ഒരു ഇപ്പോഴുള്ളൊരു എനർജി ആയിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു മടുപ്പ് തോന്നുക, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനുള്ളൊരു എനർജി നിങ്ങൾക്ക് ഉണ്ടാവുക. അത്ര ആക്റ്റീവ് ആകുന്നില്ല നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ സ്വയം ഒതുങ്ങി നിൽക്കുന്ന ഒരു എനർജി. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമുക്ക് ലവ് ബിഗിനിങ് എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളിലേക്ക് ഒരുപാട് പേര് സ്നേഹം കൊണ്ട് വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് കാണുന്നത്. അതായത് ഇത് നിങ്ങളിപ്പം നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി എടുക്കുന്ന സ്ഥലത്തായിരിക്കാം. അപ്പോൾ നിങ്ങളോട് ശത്രുതയുള്ള ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മത്സരിക്കുന്ന ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആകാം. അപ്പോൾ ആരാണെങ്കിലും നിങ്ങളിലേക്ക് ഒരുപാട് പേര് സ്നേഹം കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ആരുടെയെങ്കിലൊക്കെ ഒരു പ്രപ്പോസൽ, മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നോ ഒക്കെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റിനും തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനർത്ഥം. സോ ഇതൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക്. നിങ്ങൾ ഒറ്റപ്പെട്ടെന്നൊരു ഫീൽ നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങളുടെ ചുറ്റിനും സ്നേഹം തരാനായി ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും റിലേഷൻഷിപ്പ് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ തന്നെ ഒരു മദർ കെയറിങ് തരുന്നത്, പ്രൊട്ടക്ഷൻ തരുന്നത്, അതൊക്കെ ഓരോ തരത്തിലും ഓരോ സ്നേഹമാണ്. അപ്പം നിങ്ങളുടെ ചുറ്റിനും അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം നിങ്ങളതൊന്ന് കാണേണ്ട അവസ്ഥ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളൊരിക്കലും നിങ്ങൾക്കൊരു വിരസത തോന്നേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു കംഫർട്ട് അല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങളിൽ തന്നെ ഒതുങ്ങിക്കോളൂ, നിങ്ങളെ തന്നെ സ്നേഹിച്ചോളൂ. പക്ഷെ അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ ചുറ്റിനുണ്ടെങ്കിൽ അവർക്കും കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. അഡിക്റ്റഡ് ആയി പോകാനല്ല പറയുന്നത്, ടൈം കൊടുക്കുക. സെക്കൻഡ് നമുക്ക് റിവാർഡ് എന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനൊക്കെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഇപ്പം ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം എഫേർട്ട് എടുത്തു, അതിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾ ആഗ്രഹിച്ചു. ഇതൊക്കെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ, അതിൽ നിങ്ങളൊരു ആൻസർ കാത്തു നിന്നു. പക്ഷെ ഇത്ര നാൾ നിങ്ങൾക്കത് കിട്ടിയില്ല, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു, നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ചൂസ് വൈസ്ലി എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഗൈഡൻസ് നോക്കുന്ന സമയത്ത് ഈ ഒരു കാർഡ് നിങ്ങളടുത്ത് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഒരു ഡിസിഷൻ എടുക്കാനാണ് പറയുന്നത്. മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വ്യക്തികളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങളിലേക്ക് സ്നേഹമായിട്ട് വരുന്ന വ്യക്തികളെ ചൂസ് ചെയ്യാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പാസ്റ്റിലെ ഓർമ്മകൾ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇനിയും ആളുകൾ നിങ്ങളെ ചതിക്കുന്നു വെച്ചിട്ടോ, അല്ലെങ്കിൽ
ഇപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ഇൻട്രോവേർട്ട് പോലത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്ക്. അതായത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു സ്വഭാവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. പോകണോ പോകണ്ടേ, റിലേഷൻഷിപ്പ് വേണോ, ഫ്രണ്ട്ഷിപ്പ് വേണോ, ആ പേഴ്സണുമായിട്ടൊരു കൂട്ട് വേണോ, ഇപ്പോൾ ഗേൾ ആയിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ ആരാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്തോളൂ. നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ എന്താണോ പറയുന്നത് കറക്റ്റായിട്ട് ചൂസ് ചെയ്തോളൂ, അത് കറക്റ്റ് തന്നെയായിരിക്കും. ഓക്കെ, അതാ പറയുന്നത്. അതിങ്ങനെ പെൻഡിങ്ങിൽ വെക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളിലേക്ക് നല്ലതാണ് യൂണിവേഴ്സ് തരുന്നത്. മേ ബി ഇങ്ങനെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് തരുന്നത് ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും, പാസ്റ്റിനെ മറക്കാനായിരിക്കും, അല്ലെങ്കിൽ സപ്പോർട്ടീവ് പേഴ്സൺസ് ആയിരിക്കും. അത് ആര് വേണമെങ്കിലും ആകാം, മദർ, ഫാദർ, ബ്രദർ, സിസ്റ്റർ, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം അത്. ഓക്കെ, ഫ്രണ്ട്സിൽ ആരെങ്കിലും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലൊക്കെ നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ നിൽക്കുമ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ല. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ കൊടുത്തു, ആപ്ലിക്കേഷൻസ് കൊടുത്തു. പക്ഷെ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലാത്തതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ സ്റ്റെബിലിറ്റി അവിടെ ഉണ്ട്. അപ്പം ബ്ലോക്ക് ചെയ്ത് അതിനെ കളയാതിരിക്കുക. ഓക്കെ, നല്ലതിനെ നോക്കി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്, ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. ആൻഡ് ബേസ് ചക്രയാണ് നമുക്ക് അവസാനം വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങളുടെ ഒരു ബ്ലോക്ക് എനർജിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രോപ്പറായിട്ടും സെൽഫ് ലവ് ചെയ്തിട്ടൊന്നും നിങ്ങൾക്കൊരു ഗുണവും നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നില്ല. നിങ്ങൾ ഇപ്പം ലെറ്റ് ഗോ ചെയ്തു, റിലേഷൻഷിപ്പിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്തു, എന്നിട്ടും ഒരു ഇതില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എവിടെ ഒരു പച്ച പിടിക്കണില്ല, റിലേഷൻഷിപ്പ് ആയാലും കരിയർ ആയാലും ഒന്നും നിങ്ങൾ പച്ച പിടിക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോട്ട് ഉണ്ട്, ഫിനാൻഷ്യലി ഒന്നും നിങ്ങൾ ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ് ചക്ര ബ്ലോക്കാണ്. സോ നിങ്ങൾ ബേസ് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, സാധാ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാണായാമയൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് നിങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ബേസ് ചക്ര ആക്റ്റീവ് ആക്കുക. ഇവിടെ നിങ്ങൾക്ക് ക്രൗൺ ചക്രയൊക്കെ ബോട്ടം ഓഫ് ദ ഡക്കിൽ വന്നിട്ടുണ്ട്. ക്രൗൺ ചക്രയുണ്ട്, ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പം ഇങ്ങനെ നിങ്ങളുടെ ബോഡിയിലുള്ള ചക്രാസുകൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ആയിരിക്കും. കൺഫ്യൂഷൻ നിലനിൽക്കുമ്പം നിങ്ങളിലേക്ക് വരുന്നൊരു പോസിറ്റീവ് അല്ലെങ്കിൽ സക്സസിനെ അവിടെ ബ്ലോക്ക് ആക്കി നിർത്തും. നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടാതെ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാതെ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തില്ല. അതിപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും. ഓക്കെ, ഇവിടെ കണ്ടോ, ചോയ്സ് എടുക്കാനും ഡിസിഷൻ എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇതിൽ ഏതെടുക്കണം എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിൽ. സോ ഇവിടെ സോളാർ പ്ലെക്സസ് ചക്ര വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചക്രകൾ ആക്റ്റീവ് ആക്കുക, നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാനാണ് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. റേക്കി ഹീലിംഗ് ഒക്കെ അറിയുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുക. ഇതിപ്പോൾ ഒരുപാട് കാർഡ്സ് വേണ്ടിയിട്ടുണ്ട്. സോ ഞാൻ ഈ കാർഡ്സ് എടുക്കുന്നില്ല. നിങ്ങൾക്കുള്ള കുറച്ചും കൂടിയുള്ള ഗൈഡൻസ് നോക്കുന്നതാണ്. മജീഷ്യൻ കാർഡാണിത്. നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാനുള്ള പവറുണ്ട്, ഒരു മജീഷ്യൻ്റെ പവറുണ്ട്. ആഗ്രഹിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആക്ഷൻ ഉണ്ടായാൽ, ആക്ഷൻ എന്ന് പറയുന്നത് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം വളരെ ആത്മാർത്ഥമായിട്ടുള്ളതായിരിക്കണം. അതായത് ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കണം. കൺഫ്യൂഷൻസ് ആയി പോവരുത്, സെൽഫ് ഡൗട്ട് ചെയ്യരുത്. മീൻസ് നിങ്ങൾക്ക് ഇന്നത് കിട്ടണം എന്നൊരാഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഇത് നല്ലതല്ലാന്നോ അല്ലെങ്കിൽ അതിൽ അവർ പച്ച പിടിച്ചില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ ഇതിലേക്ക് പോയിട്ട് എന്താണ് കാര്യം, എനിക്ക് ഇതുപോലെ അവസ്ഥയാവും. അപ്പം നിങ്ങളുടെ ആഗ്രഹം അവിടെ ഡ്രോപ്പായി. ഓക്കെ, അപ്പം അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളൊരു പവർ ഉണ്ട്. മജീഷ്യൻ എങ്ങനെയാണോ ആ ഒരു പവർ നിങ്ങൾക്ക് ഉണ്ട്. അപ്പം മാനിഫെസ്റ്റ് ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വർക്ക് ആവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴാണല്ലോ ഒരു അട്രാക്ഷൻ വരുന്നത്. സോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ആൻഡ് അതേപോലെ നിങ്ങൾക്ക് മറ്റാളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട്. മീൻസ് അവരെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിൽ നിർത്താനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പവർ നിങ്ങൾക്കുണ്ട്. അതൊരു സൈക്കിക് എബിലിറ്റി ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുക.
ഇത് 4 ഓഫ് വാൻസ് ആണ് ആൻഡ് സൺ ഓഫ് സോട്സ് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാൻ ചിലപ്പോൾ ചുറ്റിനും ഉണ്ടാവുമായിരിക്കും, പക്ഷേ നെവർ മൈൻഡ്, നിങ്ങൾ അതിനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെ കുത്തി നോവിക്കുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റിനും തന്നെ പറന്ന് നടക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. മേ ബി ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ അടുത്തോട്ട് വന്നാലും നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവുക. ഓക്കെ, അപ്പം എന്താ പറയുക, നിങ്ങളതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോൾ ജെനുവനാണ്, ഈ ഒരു വ്യക്തി ജെനുവനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് സ്നേഹം പകർന്നു കൊടുക്കാം, അവരെ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരുടെ അഡ്വൈസുകൾ നിങ്ങൾക്ക് കേൾക്കാം, നല്ലതാണെങ്കിൽ അഡ്വൈസ് സ്വീകരിക്കാം. ഓക്കെ, ഇത് 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. എഗെയിൻ ഒരു ഫൈറ്റിങ്ങിൻ്റെ കാർഡാണ്. മറ്റാളുകൾ നിങ്ങളിങ്ങനെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നിങ്ങൾ എന്താക്കും, ഇപ്പം ഓൾറെഡി നിങ്ങൾ നിങ്ങളിൽ തന്നെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജി. സോ നിങ്ങൾ ചിലപ്പം ഇതൊന്നും അത്ര കാര്യമാക്കി എടുക്കാനും നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഓവർ തിങ്കിങ്ങിൽ ഇരുന്ന് പോകുന്നുണ്ടാകും, ചിന്തിച്ചിരിക്കുന്നുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എനർജിയൊക്കെ നിങ്ങൾ ഡിലീറ്റ് ആക്കി കളയുക. ബിക്കോസ് നിങ്ങൾക്ക് വരുന്ന എല്ലാ പോസിറ്റീവ് എനർജിനും ബ്ലോക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നെഗറ്റീവ് വൈബ്രേഷൻസ് തരാൻ വേണ്ടി നെഗറ്റീവ് ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടായിരിക്കും അവരുടെ നെഗറ്റീവ് വൈബ്രേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊരു മജീഷ്യൻ പവർ ഉണ്ട്, അതൊരു സൈക്കിക് എബിലിറ്റി ആണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ അതും മറ്റാളുകൾക്ക്, ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങളിത് മറ്റാളുകളെടുത്ത് ഷെയർ ചെയ്യാനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കൂട്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് എനർജിയാണ്, നിങ്ങളുടെ സക്സസിനെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പം നിങ്ങളടുത്ത് ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ പറയുന്ന, നിങ്ങളുടെ ഇന്നർ വോയിസിൽ പറയുന്ന, നിങ്ങളുടെ മനസ്സ് പറയുന്ന വളരെ ജെനുവൻ ആയിട്ടുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസിനായിരിക്കും ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളായിരിക്കും ഇങ്ങനെയുള്ള ജോലി കാര്യങ്ങൾ, അതിന് അഡ്വൈസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ അതൊക്കെ തിരിച്ചറിയുക എന്നുള്ളത് അത് ഗൈഡൻസ് ആണ്, യൂണിവേഴ്സ് മെസ്സേജ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ഒരു യൂണിവേഴ്സ് ഓവറോൾ മെസ്സേജ് ആണിത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗൈഡൻസുകൾ സ്വീകരിക്കുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.